ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി 8 മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിലെ സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് നൽകിയത് 8 മാസം മുൻപാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അശാസ്ത്രീയമായ നിർമ്മാണം അപകടമുണ്ടാക്കും എന്ന മുന്നറിയിപ്പാണ്. അത് അപ്പടി പ്രാബല്യത്തിലാവുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിഞ്ച വീരമലക്കുന്ന് തെക്ക് മാടലായി പ്രദേശത്ത് ആണ് പഠനം. തുടർ പഠനത്തിനും നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ദേശീയപാത അതോറിറ്റി. കുന്നിടിച്ചത് അശാസ്ത്രീയമായിട്ടാണ് എന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. വശങ്ങളിലെ ചരിവുകൾ അപകടകരമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത്. ഓരോ ഇടത്തും പ്രത്യേക എഞ്ചിനീയറിംഗ് പരിഹാരം വേണം എന്നതും അന്ന് നിർദ്ദേശമായിട്ടുണ്ടായിരുന്നു. പൊട്ടിയ പാറയും ജലസാന്നിധ്യവും അപകടകരമാണ് എന്ന മുന്നറിയിപ്പും നൽകി. പക്ഷേ സംരക്ഷണ ഭിത്തി ഇല്ലാതെ 6 മീറ്ററോളം കുത്തനെ വെട്ടിയാണ് പലയിടത്തും റോഡ് നിർമ്മാണം നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഉറപ്പില്ലാത്ത മണ്ണും ചെങ്കുത്തായ ചെരിവും അപകടകരമാകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതൊക്കെയാണ് ദേശീയപാത അതോറിറ്റി പഠനത്തിന് ശേഷം നൽകിയ റിപ്പോർട്ട്. പക്ഷേ ഇതിനെ ഒന്നും കണക്കിലെടുക്കാതെ എന്തിനാണ് പഠനം നടത്തുന്നത്, എന്തിനാണ് നിർദ്ദേശം നൽകുന്നത്, എന്തിനാണ് മുന്നറിയിപ്പ് നൽകുന്നത്? ഇതിനൊക്കെ കണക്കിലെടുത്ത് അപകടകരമല്ലാത്ത രീതിയിൽ നിർമ്മാണം നടത്താൻ വേണ്ടിയാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന കുന്നിടിച്ചിൽ, റോഡ് വിണ്ടുകളെല്ലാം തന്നെ.